ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ കുറച്ച് വീഡിയോസിൽ പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻസിലെ മണിനെസ്സിനെ കുറിച്ചാണ്. മണിനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇൻട്രിൻസിക് വാല്യൂവിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്. ഓപ്ഷൻ ട്രേഡിംഗ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോ കാണാതെ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. കാരണം ഈ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂവിനെ കുറിച്ച് മനസ്സിലായാൽ അത് മനസ്സിലാവും. ആ കാര്യങ്ങൾ കൂടുതൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ, കാരണം അതിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് കാണണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഡിസ്ക്ലെയിമറാണ് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഓപ്ഷൻ ട്രേഡിംഗ് ഹൈലി റിസ്ക്കിയാണ്. ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ച ശേഷം മാത്രമേ ഈ ഒരു ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇക്വിറ്റി സെഗ്മെൻറ്റ് പോലെയല്ല, നമ്മുടെ ക്യാപിറ്റൽ തന്നെ വൈപ്പ് ആവാൻ ചാൻസ് ഉള്ള ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഇറങ്ങുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ഇൻട്രിൻസിക് വാല്യൂവിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം പറഞ്ഞത് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷൻ എക്സ്പയർ ആവുന്ന സമയത്ത് അതിൽ ബാക്കിയായിട്ടുണ്ടാകുന്ന വാല്യൂ ആയിരിക്കും ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓപ്ഷൻ എക്സ്പയർ ആവുന്ന സമയത്ത് അതിൽ മറ്റു എക്സ്ട്രിൻസിക് വാല്യൂസ് ഒന്നും ബാക്കി ഉണ്ടാവില്ല. ടൈം വാല്യൂ ഉണ്ടാവില്ല, കാരണം എക്സ്പയർ ആവാനായി ഓൾറെഡി. മറ്റു വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല ബാക്കി. അപ്പോൾ ആ ഒരു വാല്യൂവിനെയാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം അതിൽ പറഞ്ഞത് ഇൻട്രിൻസിക് വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ആ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ. കോൾ ഓപ്ഷൻ്റെ കേസിലാണെങ്കിൽ സ്പോട്ട് പ്രൈസിൽ നിന്ന് സ്ട്രൈക്ക് പ്രൈസ് മൈനസ് ചെയ്താൽ നമുക്ക് ഇൻട്രിൻസിക് വാല്യൂ കിട്ടും. അതേപോലെ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് സ്പോട്ട് പ്രൈസ് മൈനസ് ചെയ്താൽ മതി, നേരെ ഓപ്പോസിറ്റ്. അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ആ വീഡിയോയിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഇപ്പോൾ. എന്തായാലും മണിനെസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ആ ഒരു ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവണം. അത് ബേസ് ചെയ്തിട്ടാണ് ഓപ്ഷൻ്റെ മണിനെസ് പറയുന്നുള്ളത്. ഓപ്ഷൻസിൻ്റെ മണിനെസ് ബേസ് ചെയ്തിട്ട് പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻ ദ മണി അല്ലെങ്കിൽ ITM, അറ്റ് ദ മണി അല്ലെങ്കിൽ ATM, ഔട്ട് ഓഫ് ദി മണി അല്ലെങ്കിൽ OTM. ആദ്യം അറ്റ് ദ മണി പറയാം. നമ്മളിപ്പോൾ ഇൻഡെക്സിൻ്റെ ഓപ്ഷനാണോ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഓപ്ഷനാണോ ഏതിൻ്റെയാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ ഇപ്പോഴുള്ള പ്രൈസ്, അതിൻ്റെ സ്പോട്ട് പ്രൈസ് ഉണ്ടാവുമല്ലോ, അതായത് അതിൻ്റെ അണ്ടർലൈങ്ങിൻ്റെ പ്രൈസ്, അതിനടുത്തോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വലോ ആയിട്ടോ വരുന്ന സ്ട്രൈക്കിനെയാണ് അറ്റ് ദ മണി സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് വാല്യൂ ഉള്ള എല്ലാ ഓപ്ഷനെയും നമുക്ക് ഇൻ ദ മണി ഓപ്ഷൻ എന്ന് പറയാം. അതേപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻട്രിൻസിക് വാല്യൂ 0 ആയിട്ടുള്ള, അതായത് ഇൻട്രിൻസിക് വാല്യൂ ഇല്ലാത്ത ഓപ്ഷൻസിനെല്ലാം നമുക്ക് ഔട്ട് ദ മണി എന്ന് പറയാം. ഇത് നമ്മൾ ഓപ്ഷൻ ചെയിൻ എടുത്ത് കോളിൻ്റെയും പുട്ടിൻ്റെയും പറയാം. അപ്പോൾ ജസ്റ്റ് തിയറിറ്റിക്കലി ഇത് മനസ്സിലാക്കി വെക്കുക. അതായത് ഇൻട്രിൻസിക് വാല്യൂ ഉള്ള ഓപ്ഷൻസിനെല്ലാം ഇൻ ദ മണി എന്നും, ഇൻട്രിൻസിക് വാല്യൂ 0 അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ ഇല്ലാത്ത ഓപ്ഷൻസിനെല്ലാം ഔട്ട് ദ മണി എന്നും പറയാം നമുക്ക് സിമ്പിളായിട്ട്. പിന്നെ ഇപ്പോൾ ഉള്ള സ്പോട്ട് പ്രൈസിൻ്റെ അടുത്തുള്ള സ്ട്രൈക്കിനെ നമുക്ക് അറ്റ് ദ മണി എന്ന് പറയാം. ഇനി ഇതിനെ നമ്മൾ ഡീപ്പ് ഇൻ ദ മണി, ഡീപ്പ് ഔട്ട് ഓഫ് ദി മണി എന്നുള്ള തിരിച്ചിട്ടുണ്ട്, നമുക്കത് പറയാം. മണിനെസ് അല്ലെങ്കിൽ ഇൻ ദ മണി, ഔട്ട് ദ മണി, അറ്റ് ദ മണി പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് ഒരു ഓപ്ഷൻ ചെയിൻ എടുക്കുന്നതാണ്. ഓപ്ഷൻ ചെയിൻ നിങ്ങൾക്ക് നമ്മൾ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എടുത്താലും അതിൽ കിട്ടും. നമുക്ക് ഇപ്പോൾ നിഫ്റ്റിൻ്റെ ആയാലും ബാങ്ക് നിഫ്റ്റിൻ്റെ ആയാലും സ്റ്റോക്കുകളുടെ ആയാലും ഏതിൻ്റെ ഓപ്ഷൻ ചെയിൻ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിൽ അപ്സ്റ്റോക്സ്, സെറോദ, ഫയേഴ്സ് പോലുള്ള ഏതെങ്കിലും ഡിസ്കൗണ്ട് ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിൽ വരാം. ഇനി ഓപ്ഷൻ ചെയിൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ അല്ലാതെ NSൻ്റെ പ്ലാറ്റ്ഫോമിലും നമുക്ക് ലഭിക്കും. nsindia.com/ഓപ്ഷൻ ചെയിൻ എന്നുള്ള ലിങ്കിൽ പോയാൽ നമുക്ക് കിട്ടും. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം. ഈ ഒരു ലിങ്കിൽ പോയാൽ നമുക്ക് ആദ്യം അതിൽ സെലക്ട് ചെയ്യാനുള്ളത് നമുക്ക് ഇൻഡെക്സ് ആണോ അല്ലെങ്കിൽ ഏത് സ്റ്റോക്കാണോ വേണ്ടതെന്നുള്ള ആദ്യം സെലക്ട് ചെയ്യാം. നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റി ഏതാണ് വേണ്ടതെന്നുള്ള സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഏത് വേണമെന്നുള്ളത്, ഏത് എക്സ്പയറി ഡേറ്റിൻ്റെയാണ് നമുക്ക് ഓപ്ഷൻ ചെയിൻ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താഴെ ലോഡായിട്ട് വരുന്ന കാണാം. നിങ്ങൾക്ക് ഇതിൽ പെട്ടെന്ന് കാണുന്നൊരു കാര്യം, രണ്ട് സൈഡിലായിട്ട് കാണാം. കോൾ ഒരു സൈഡ്, പുട്ട് ഓപ്ഷൻ്റെ ഓപ്ഷൻ ചെയിൻ വേറൊരു സൈഡായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുകൂടാതെ അതിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന ഒരു കാര്യമാണ് കളറിങ്. അതിൽ ഓപ്ഷൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു പ്രത്യേക കളറിലാണ് കൊടുത്തിട്ടുള്ളത്, പിന്നെ മറ്റൊരു ഭാഗം വൈറ്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഔട്ട് ദ മണി എല്ലാം വൈറ്റ് കളറിലായിരിക്കും കൊടുക്കുന്നത്. അതുകൂടാതെ അറ്റ് ദ മണി, ഇൻ ദ മണി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കോൾ ഓപ്ഷൻ്റെ സൈഡിൽ മാത്രം എടുക്കാം. ആദ്യം കോൾ ഓപ്ഷനിൽ അറ്റ് ദ മണിൻ്റെ താഴെയുള്ള എല്ലാ സ്ട്രൈക്കും ഇൻ ദ മണിയാണെന്ന് അറിയാം. അതേപോലെ അതിന് മുകളിലുള്ള എല്ലാ സ്ട്രൈക്കും, അറ്റ് ദ മണിൻ്റെ മുകളിലുള്ള എല്ലാ സ്ട്രൈക്കും ഔട്ട് ദ മണി എന്ന് പറയാം. മുമ്പ് പറഞ്ഞ ഡെഫിനേഷൻ വഴി പോവുകയാണെങ്കിൽ
ജസ്റ്റ് ഇപ്പോൾ നിഫ്റ്റി സ്പോട്ട് പ്രൈസ് ഇപ്പോൾ 16,600 പറഞ്ഞു. അപ്പോൾ നമ്മൾ 16,500 സ്ട്രൈക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ കോൾ ഓപ്ഷൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് ആണ്. അപ്പോൾ 16,600 മൈനസ് 16,500 100 പോയിൻറ്റ് വരുന്നുണ്ട്. അതേപോലെ 16,400 എടുത്താൽ 16,600 മൈനസ് 400 200 പോയിൻറ്റ് വരുന്നുണ്ട്. അതേപോലെ താഴോട്ട് പോകുമ്പോൾ ഓരോന്നിലും ഇൻട്രിൻസിക് വാല്യൂവിന് ഒരു വാല്യൂ വരും എന്തായാലും. അപ്പോൾ ആ ഒരു ഡെഫിനിഷനിൽ പറയുന്നത് അത് തന്നെയാണ്. അതായത് ഇൻട്രിൻസിക് വാല്യൂ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ ഉള്ളതിനെല്ലാം നമ്മൾ ഇൻ ദ മണി എന്ന് പറയാം. ഇതേപോലെ മുകളിലത്ത് നോക്കിയാൽ 16,600 മൈനസ് 16,700 മൈനസ് 100 ആണ്. പക്ഷേ ഇൻട്രിൻസിക് വാല്യൂ നെഗറ്റീവ് പറയാറില്ല, 0. അപ്പോൾ അതിൽ ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. അപ്പോൾ അതിന് മുകളിൽ പോകുന്നതിനനുസരിച്ചെല്ലാം ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. അതായത് ഇപ്പോൾ ഉള്ള സ്ട്രൈക്ക് പ്രൈസിൻ്റെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള നിഫ്റ്റി ഏകദേശം 16,600 അടുത്താണ്. അപ്പോൾ 16,600 അറ്റ് ദ മണി, അതിനടുത്തുള്ള സ്ട്രൈക്ക്. ഇനി അതിൻ്റെ താഴെ അറിയുമ്പോൾ 16,500 16,400 16,300 16,000 15,500 അങ്ങനെ താഴോട്ട് പോകുമ്പോൾ എല്ലാം ഇൻ ദ മണിയാണ്. അതിന് മുകളിലുള്ള എല്ലാം 16,700 16,800 17 17,200 17,500 എല്ലാ സ്ട്രൈക്കും ഔട്ട് ദ മണിയാണ്. ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ വൈറ്റ് കളറിൽ ലേബൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൾ ഓപ്ഷനിൽ അറ്റ് ദ മണിൻ്റെ താഴെയുള്ള എല്ലാം ഇൻ ദ മണിയാണ്, അതിന് മുകളിലുള്ള എല്ലാം ഔട്ട് ദ മണിയാണ്. ഇനി ഇതിൽ തന്നെ പറയാനുള്ള വേറൊരു ക്ലാസിഫിക്കേഷൻ, നമ്മൾ കൂടുതൽ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ പ്രീമിയം കൂടിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ കോൾ ഓപ്ഷൻ്റെ കേസിലാണെങ്കിൽ 15,500 എത്തുമ്പോൾ നല്ല രീതിയിൽ ഓപ്ഷൻ പ്രീമിയം കൂടിയിട്ട് കാണാൻ പറ്റും. അതിന് കാരണം തന്നെ സിമ്പിളാണ്. കാരണം അതിലെ ഇൻട്രിൻസിക് വാല്യൂ ഭയങ്കര കൂടുതലാണ്. 16,000 നോക്കിയാലും പ്രീമിയം കൂടുതലാണ്. അതിന് കാരണം അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളതിന് നമുക്ക് ഡീപ്പ് ഇൻ ദ മണി എന്ന് പറയാം. അതേപോലെ ഔട്ട് ദ മണിയിൽ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് കൂടുതൽ മുകളിലുള്ളതിനെ നമുക്ക് ഡീപ്പ് ഔട്ട് ഓഫ് ദി മണി എന്ന് പറയാം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻട്രിൻസിക് വാല്യൂ ഭയങ്കര ഹൈ ആണെങ്കിൽ നമുക്ക് അതിനെ ഡീപ്പ് ഇൻ ദ മണി എന്ന് പറയാം. ഇൻ ദ മണിയിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ പ്രീമിയം കൂടി വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി പുട്ട് ഓപ്ഷൻ്റെ കേസിലാണെങ്കിൽ നേരെ തിരിച്ചിട്ടാണ്. അതായത് അറ്റ് ദ മണിൻ്റെ മുകളിലുള്ളതെല്ലാം നമുക്ക് ഇൻ ദ മണി എന്ന് പറയാം. മുകളിൽ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ച് ഞാൻ ഇപ്പോൾ 16,600 16,700 16,800 17,000 17,200 ആ സ്ട്രൈക്കിനെല്ലാം നമുക്ക് ഇൻ ദ മണി എന്ന് പറയാം. അതേപോലെ നേരെ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡ് അറ്റ് ദ മണീൻ്റെ താഴെയുള്ള സ്ട്രൈക്ക് ചെറിയ സ്ട്രൈക്കിനെല്ലാം മൊത്തം നമുക്ക് ഔട്ട് ഓഫ് ദ മണി എന്ന് പറയാം. 16,500 16,200 16,000 അതിന് താഴോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഔട്ട് ദ മണി എന്ന് പറയാം. ഇത് പുട്ട് ഓപ്ഷൻ്റെ ഇക്വേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്, സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ATM സ്ട്രൈക്കിന് മുകളിലുള്ള എല്ലാം നമുക്ക് പുട്ട് ഓപ്ഷനിൽ ഇൻട്രിൻസിക് വാല്യൂ 0ക്ക് മുകളിലുള്ള വാല്യൂ കിട്ടും, അതായത് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ അതെല്ലാം ഇൻ ദ മണിയാണ്. അതേപോലെ അതിൻ്റെ താഴെയുള്ള എല്ലാം ഔട്ട് ദ മണി ആയിരിക്കും, അതിൻ്റെ വാല്യൂ 0 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.